Okay. നമ്മുടെ first question. The reaction of a formaldehyde with magnesium methyl bromide followed by hydrolysis gives dash. ഫോർമാൽഡിഹൈഡും മഗ്നീഷ്യം മീഥൈൽ ബ്രോമൈഡും കൂടെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ഏതാണെന്നാണ്. ഫോർമാൽഡിഹൈഡും മഗ്നീഷ്യം മീഥൈൽ ബ്രോമൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ എന്ത് പ്രോഡക്റ്റ് കിട്ടും? ഓക്കെ, അപ്പൊ ഫോർമാൽഡിഹൈഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡ് പ്ലസ് മഗ്നീഷ്യം മീഥൈൽ ബ്രോമൈഡ്. മീഥൈൽ എന്ന് പറയുമ്പോൾ മഗ്നീഷ്യം മീഥൈൽ ബ്രോമൈഡ് followed by water addition will give dash എന്നാണ് ചോദ്യം. അപ്പൊ ഇത് അറിയാനായിട്ട് ക്ലാസ്സിലൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിലുണ്ടായിരുന്നു ഇത് ഫോർമാൽഡിഹൈഡ് പ്ലസ് ഗ്രിഗ്നാർഡ് റിയേജന്റ് followed by water addition will give primary alcohol, അതായത് CH2OH ഉള്ള കോമ്പൗണ്ട്. ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ് അല്ലാത്ത ബാക്കിയുള്ള ആൽഡിഹൈഡുകളും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും. CHOH കോമ്പൗണ്ട് ആണ്. കീറ്റോണും ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടെ ചേർന്നിട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ടെർഷറി ആൽക്കഹോൾ COH ഉള്ള കോമ്പൗണ്ട്. അപ്പൊ നമുക്ക് 3 ആൽക്കഹോളുകളാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ട് ചെയ്താൽ കിട്ടുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RMgX എന്ന് പറയുന്ന ഫോർമുല എഴുതാൻ കഴിയുന്ന കോമ്പൗണ്ടിനാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ Rന് പകരം മീഥൈൽ ഗ്രൂപ്പും മഗ്നീഷ്യവും Xന് പകരം ബ്രോമിനും വന്നു കഴിഞ്ഞാൽ CH3MgBr എന്നാവും. ഇതിനെയാണ് നമ്മൾ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് വിളിക്കുന്നത്. മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് ആണ്. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോർമാൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് കിട്ടോടെ? പ്രൈമറി ആൽക്കഹോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഫോർമുല CH2OH. അതായത് നമ്മുടെ കോമ്പൗണ്ടിൽ CH2OH എന്ന് പറയുന്ന ഗ്രൂപ്പ് വരണം. അതിന്റെ റിയാക്ഷൻ എഴുതാൻ പറയാണ്. റിയാക്ഷൻ ഒന്നും എഴുതാൻ ചോദിക്കത്തൊന്നുമില്ല. ഫോർമാൽഡിഹൈഡ് HCHO എന്നാണ്, HCHO എന്നാണ്, പ്ലസ് CH3 മൈനസ് MgBr പ്ലസ്. ഇതാണ് നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുല. മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. പ്രൈമറി ആൽക്കഹോൾ കിട്ടണ എങ്ങനെയെന്ന് പറയാം. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് HCHO മൈനസ് കാർബൺ പ്ലസ് എന്ന് പറഞ്ഞ് എഴുതണം. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട്
O മൈനസ് കാർബണിൽ പ്ലസ് എന്ന് എഴുതണം. ഓപ്പോസിറ്റ് ചാർജാണ് അട്രാക്ട് ചെയ്യുന്നത്. പ്ലസിന്റെ സ്ഥാനത്ത് മൈനസും മൈനസിന്റെ സ്ഥാനത്ത് പ്ലസും ഒന്ന് അറ്റാച്ച് ചെയ്യും. സോ സിയുടെ കൂടെ 2 H ഉണ്ട്, CH2. അതിൽ CH2 എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഒരു ആര് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, CH3 ഗ്രൂപ്പ് ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, CH3. ആ ഓയിൽ ഇവിടെ ഒരു O ഉണ്ട്, ആ ഓയിൽ ആര് വന്ന് കയറുന്നു, MgBr ഒന്ന് കയറുന്നു. ഇതിലോട്ട് നമ്മൾ അപ്പം ആൽഡിഹൈഡിലോട്ട് ആ ഫോർമാൽഡിഹൈഡിലോട്ട് ഗ്രിഗ്നാൾഡിഹൈഡ് നമ്മൾ ചേർത്തു, മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ചേർത്തു. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് കിട്ടി. എന്നിട്ട് അതിലോട്ട് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രോളിസ് ചേർത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു H, ഇവിടെ ഒരു OH വരും. CH3 CH2 OH. ഇതാണ് എന്തെന്ന് പറയുന്നത്, എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിൽ CH2 OH ഉള്ളത് കൊണ്ട് ഇത് ഏത് ആൽക്കഹോളാണ്, പ്രൈമറി ആൽക്കഹോളാണ്. മറ്റൊരു റിയാക്ഷൻ പറയാം. വേറെ രണ്ടാമതൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ആൽഡിഹൈഡ് അതർ ദാൻ ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് അല്ലാത്ത CHO വരുന്ന ഏത് കോമ്പൗണ്ട് ആണെങ്കിലും ഗ്രിഗ്നാൾഡ് റിയേജന്റുമായി ചേർത്തിട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആൽക്കഹോൾ കിട്ടും എന്ന് പറഞ്ഞല്ലോ, അതിന് എക്സാമ്പിൾ ആണ് പറയുന്നത്. അടുത്തത് വേറെ ഏതെങ്കിലും ആൽഡിഹൈഡിനെ നമുക്ക് RCHO എന്ന് കാണിക്കാം. അതിലോട്ടാണ് ഈ മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ് ചേരണമെങ്കിൽ, ഗ്രിഗ്നാൾഡ് റിയേജന്റ് ചേരണമെങ്കിൽ CH3 മൈനസ് MgBr പ്ലസ് എന്ന് പറഞ്ഞ ആളൊന്ന് കയറുന്നു. കയറുന്ന സമയത്ത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് RCHO മൈനസ് C പ്ലസ് എന്ന് പറഞ്ഞ് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതണം. പോസിറ്റീവ് ചാർജ് ഉള്ളത് നെഗറ്റീവ് ചാർജ് ഉള്ള പാർട്ടും നെഗറ്റീവ് ചാർജ് ഉള്ളത് പോസിറ്റീവ് ചാർജ് ഉള്ള പാർട്ടും ഒന്ന് അറ്റാച്ച് ചെയ്യും. സോ RCH O മൈനസിന്റെ കൂടെ MgBr ആയിരുന്നു. അപ്പൊ OMgBr. CHന്റെ കൂടെ CH3 ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, CH3. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു H വരും, ഇവിടെ ഒരു OH വരും. ഈ ഗ്രൂപ്പ് അങ്ങ് പൊക്കോളും, നമുക്കത് വേണ്ട. ആവശ്യമുള്ള പ്രോഡക്റ്റ് മാത്രം എഴുതിയാൽ മതി. RCH CH3 മുകളിലോട്ടൊരു OH. CHOH ഉള്ള കോമ്പൗണ്ട് ആണ്. ഇവിടെ ഒരു CHOH ഉള്ള കോമ്പൗണ്ടാണ് കിട്ടിയത്. CHOH ഉള്ള കോമ്പൗണ്ടിനെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതിന് പകരം ഈ കോമ്പൗണ്ടിന് പകരം കീറ്റോൺ ആണ് എടുക്കണമെങ്കിൽ RC≡O R'. കീറ്റോൺ ആണ് എടുക്കണമെങ്കിൽ ഇതേ സാധനവുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഗ്രിഗ്നാൾഡ് റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. CH3 മൈനസ് MgBr പ്ലസ് ട്രീറ്റ് ചെയ്യുന്നു. പ്രോഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ മാറ്റി എഴുതും. RCO മൈനസ് C പ്ലസ് എന്ന് പറഞ്ഞ് എഴുതും. പ്ലസ് ഉള്ളിടത്ത് മൈനസ് ചാർജ് ഉള്ളത് വന്ന് അറ്റാച്ച് ചെയ്യും, പ്ലസ് ചാർജ് ഉള്ളത് മൈനസ് ചാർജ് ഉള്ളിടത്ത് അറ്റാച്ച് ചെയ്യും. RCR' CH3 OMgBr. ഇതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്യും. ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ HOH വരും. RCR' CH3 OH. COH ഉള്ള കോമ്പൗണ്ടാണ് നമുക്ക് കിട്ടിയത്. COH ഉള്ള കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേര് ടെർഷറി ആൽക്കഹോൾ എന്നാണ്. ഇങ്ങനെയാണ് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോൾ കിട്ടുന്നത്. മനസ്സിലായടെ? ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോർമാൽഡിഹൈഡ് ഗ്രിഗ്നാൾഡ് റിയേജന്റുമായിട്ട് ചേർന്ന പ്രൈമറി ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. CH2OH ഉള്ള കോമ്പൗണ്ട് സെക്കൻഡ് ഓപ്ഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അണ്ടർഗോ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അണ്ടർഗോ ഇലക്ട്രോഫിലിക് അഡിഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് അഡിഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ 4 റിയാക്ഷൻസ് എന്താണെന്ന് അറിയണം. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CHO ഉള്ള ഗ്രൂപ്പ് കോമ്പൗണ്ടുകളാണ് നമ്മൾ ആൽഡിഹൈഡ് എന്ന് വിളിക്കുന്നത്. CO ഉള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ കീറ്റോൺസ് എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോഫിലിക് അഡിഷൻ നടക്കുന്നത് ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ്. ആൽക്കീനുകളിലും
ആൽക്കൈനുകളിലുമാണ് ഇലക്ട്രോഫിലിക് അഡിഷൻ നടക്കുന്നത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആളെന്നാണ്. പോസിറ്റീവ് ചാർജ് ഉള്ള ആള്, അതായത് ഈ പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒന്ന് ആഡ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് HCl അല്ലെങ്കിൽ പ്ലസ് Cl2 എന്ന് പറയുന്നത്. Cl എന്ന് പറയുമ്പോൾ Cl പ്ലസ് എന്ന് പറയുന്ന സാധനമാണ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യുക, ആഡ് ചെയ്യണം. Cl2ല് Cl പ്ലസ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്, അതാണ് ഇവിടെ വന്ന് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് അഡിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഒരു പോസിറ്റീവ് ചാർജുള്ള ആള് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോഫിലിക് അഡിഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോഫിലിക് അഡിഷൻ നടക്കുന്നത് എപ്പോഴും ആൽക്കീനുകളിലേക്കും ആൽക്കൈനുകളിലേക്കും ഒക്കെ ആയിരിക്കും. വളരെ റെയർ ആയിട്ട് ബെൻസീൻ കോമ്പൗണ്ടുകളിലേക്കും ആഡ് ചെയ്യാറുണ്ട്. ബെൻസീൻ കോമ്പൗണ്ടുകളിലേക്ക് ഇലക്ട്രോഫിലിക് അഡിഷൻ വളരെ റെയർ ആണ്, എന്നാലും കാണിക്കാറുണ്ട്. ബെൻസീൻ അടങ്ങിയ കോമ്പൗണ്ടുകളും ആൽക്കീനുകളും ആൽക്കൈനുകളുമാണ് ഇലക്ട്രോഫൈലുമായിട്ട് എപ്പോഴും ആഡ് ചെയ്യുന്നത്. ഇത് ഇവിടെ ഈ 3 കാറ്റഗറിയിൽ വരുന്ന കോമ്പൗണ്ട് അല്ല ആൽഡിഹൈഡ് കീറ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല ആൻസർ ആയിട്ട് വരുന്നത്, ഇതല്ല. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസീനിൽ വരുന്നൊരു റിയാക്ഷൻ ആണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ബെൻസീനിൽ ഇവിടെ H ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ഇലക്ട്രോഫൈൽ വരുന്നു, ആ Hനെ മാറ്റിയിട്ട് അവിടെ ഇലക്ട്രോഫൈൽ കയറിയിരിക്കും. സോ ബെൻസീനിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇത് ബെൻസീൻ അടങ്ങിയ കോമ്പൗണ്ട് അല്ല ആൽഡിഹൈഡ് കീറ്റോൺസ് എന്ന് പറയുന്നത്, അപ്പൊ അതും വരത്തില്ല. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ CH3Cl മൈനസ് ചാർജുള്ള ആളിനെയാണ് നമ്മൾ ന്യൂക്ലിയോഫൈൽ എന്ന് വിളിക്കുന്നത്. CH3Cl ന്യൂക്ലിയോഫൈലിനെ കണ്ടു കഴിഞ്ഞാൽ Cl മാറിയിട്ട് അവിടെ ന്യൂക്ലിയോഫൈൽ കയറും. അപ്പൊ CH3Nu ആവും, പ്ലസ് Cl മൈനസ് ആവും. അപ്പൊ ഇവിടെ ഒരാളുടെ മാറ്റിയിട്ട് വേറെ ആൾ കയറി ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് അതിനെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാലോ ആൽക്കൈൻസ് ഒക്കെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നത്, ആൽഡിഹൈഡിൽ കീറ്റോണിൽ നടക്കില്ല. ആൽഡിഹൈഡിൽ കീറ്റോണിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പോ ഇതൊരു ആൽഡിഹൈഡ് ആണ്, CHO പ്ലസ് ഇതിലേക്കൊരു HCN മോളിക്യൂൾ ആഡ് ചെയ്യണം വെച്ചു. നമ്മൾ ഇത്രയും തന്നെ ഗ്രിഗ്നാർഡ് റിയാക്ടന്റ് ആഡ് ചെയ്തില്ലേ? ഗ്രിഗ്നാർഡ് റിയാക്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാം ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആണ്. വേറൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ആൽഡിഹൈഡിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യും. ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ സയനൈഡിൽ H+ Cn- ഉണ്ട്. ഈ മൈനസ് ചാർജുള്ള ആള് Cl ഒന്ന് അറ്റാക്ക് ചെയ്യും, ഒരു ബോണ്ട് പൊട്ടും. നേരത്തെ എഴുതിയതൊക്കെ എഴുതാം. ആദ്യം നമ്മൾ ഇതിനെ മാറ്റി എഴുതും, RCHO- C+. ഇതിൽ H+ഉം Cn- ഉണ്ട്. H+ കാർബൺ ഓക്സിജനിലും Cn- കാർബണിലും ഒന്ന് കയറും. കാരണം പ്ലസ് ചാർജ് ഉള്ളിടത്ത് മൈനസ് ഒന്ന് അറ്റാച്ച്, മൈനസ് ചാർജ് ഉള്ളിടത്ത് പ്ലസ് ഒന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ CHന്റെ കൂടെ ആര് വരുന്നു? Cn വരുന്നു, മുകളിൽ ഒരു OH. ഇതിനെ ഇവിടെ നോക്കുക, ഇവിടെ OHഉം Cnഉം ഒരേ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഈ കോമ്പൗണ്ട് നമ്മൾ സയാനോഹൈഡ്രിൻ എന്നാണ് വിളിക്കുന്നത്. സയാനോഹൈഡ്രിൻ എന്നാണ് ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര്. ഇതൊരു ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. അപ്പൊ ഗ്രിഗ്നാർഡ് റിയാക്ടന്റ് ആഡ് ചെയ്യുന്നതും ഇങ്ങനെ ഈ ഒരു മോളിക്യൂൾ ഇങ്ങനെ മാറ്റി എഴുതിയിട്ട് ഇങ്ങനെയുള്ള മോളിക്യൂൾ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുള്ള മോളിക്യൂൾസ് ആഡ് ചെയ്യുന്നതെല്ലാം ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ആയിട്ടാണ് വരുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ട് IUPAC നെയിം എന്താണെന്നുള്ളതാണ്. 1, 2, 3, 4, 5 കാർബൺ. 5 കാർബണുള്ള 1, 2, 3, 4, 5 5 കാർബണുള്ള കോമ്പൗണ്ട് ആണ്. സോ പെൻഡൻ എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തേതിലാണ് CO വന്നിരിക്കുന്നത്. സോ 2 ഓൺ അല്ലെങ്കിൽ 2 പെൻഡനോൺ. ഇതാണ് നമ്മൾ ഇവിടുത്തെ കോമ്പൗണ്ട് ആയിട്ട് വരുന്നത്. ഇനി
ആൽഡിഹൈഡ് ആണെങ്കിൽ അവസാനം ONE അവസാനിക്കണം പേര്. ഇത് സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരുന്നത്. ദ മോളിക്യൂൾ ദാറ്റ് ക്യാൻ ഗീവ് കന്നിസാരോ റിയാക്ഷൻ ഈസ്. അപ്പൊ കന്നിസാരോ റിയാക്ഷൻ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. കന്നിസാരോ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഡിഹൈഡുകളും തരുന്ന ഒരു റിയാക്ഷൻ ആണ് ഏത് റിയാക്ഷൻ എന്ന് പറയുന്നത്? കന്നിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൽഡിഹൈഡ് ഡു നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ. ആൽഡിഹൈഡ് ഡു നോട്ട് കണ്ടെയ്ൻ ആൽഫ ഹൈഡ്രജൻ തരുന്ന റിയാക്ഷൻ ആണ് കന്നിസാരോ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, ആൽഡിഹൈഡിന് എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു CH3CHO കന്നിസാരോ റിയാക്ഷൻ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. അതിലുള്ള ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു മോളിക്യൂൾ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാ നോക്കണം. ഉണ്ട്. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജൻ ആൽഫ ഹൈഡ്രജൻ. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. ആൽഫ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് കന്നിസാരോ റിയാക്ഷൻ തരില്ല. കന്നിസാരോ റിയാക്ഷൻ തരത്തില്ല. ഇനി CH3CH2CHO CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിനെയാണ് ഈ കാർബണാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടോ നോക്കണം. ഉണ്ട്. അപ്പൊ ഇതും എന്ത് തരില്ല? കന്നിസാരോ റിയാക്ഷൻ തരില്ല. HCHO ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഉണ്ടോ നോക്കുക. CHO ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഉണ്ടോ നോക്കുക. ഇല്ല. അപ്പൊ ആൽഫ കാർബണേ ഇല്ല. ആൽഫ കാർബണിലെ ഹൈഡ്രജനെയാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഈ ഹൈഡ്രജനെ നമുക്ക് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കാൻ പറ്റില്ല. ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ കന്നിസാരോ റിയാക്ഷൻ തരും. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത കോമ്പൗണ്ടുകളാണ് കന്നിസാരോ റിയാക്ഷൻ തരുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ബെൻസീൻ CHO ഇതിനെ വിളിക്കുന്ന പേര് ബെൻസാൾഡിഹൈഡ് എന്നാണ്. ബെൻസാൾഡിഹൈഡ് കന്നിസാരോ റിയാക്ഷൻ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ നോക്കണം. ഈ കാർബൺ ഇവിടെ എല്ലാം ഓരോ H ഉണ്ട്. പക്ഷെ ഈ കാർബൺ നോക്കുമ്പോൾ ഈ കാർബണിന് 1, 2, 3, 4 വരകൾ ചുറ്റുമുണ്ട്. അതായത് ഈ കാർബണിൽ ഹൈഡ്രജൻ ഒന്നും ഇല്ല. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഉണ്ട്. ആൽഫ കാർബൺ ഉണ്ട്. പക്ഷെ അതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അതെന്ത് തരില്ല? കന്നിസാരോ റിയാക്ഷൻ തരത്തില്ല. അപ്പൊ ബെൻസാൾഡിഹൈഡ് കന്നിസാരോ റിയാക്ഷൻ തരത്തില്ല. ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് കിട്ടുന്നുണ്ടോ? ഒരു കന്നിസാരോ റിയാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ആൽഡിഹൈഡുകൾ പരസ്പരം രണ്ട് സെയിം ആൽഡിഹൈഡ്, അതായത് രണ്ടിലും ആൽഫ ഹൈഡ്രജൻ കാണൂല. HCHO ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. HCHO ഇതിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇല്ല. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇല്ലെങ്കിൽ ആൽഫ കാർബൺ ഇല്ല. ആൽഫ കാർബൺ ഇല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇല്ല, ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇല്ല. അപ്പൊ രണ്ടിലും ആൽഫ കാർബൺ എന്ന് പറയുന്ന സാധനം ഇല്ല. ആൽഫ കാർബൺ ഇല്ലെങ്കിൽ എന്തുമില്ല, ആൽഫ ഹൈഡ്രജനും ഇല്ല. HCHO എന്നാണ് പറയുന്നത്. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇവിടെ ഇല്ല. കാർബൺ ഇല്ല. കാർബൺ ഇല്ലെങ്കിൽ ആൽഫ ഹൈഡ്രജനും ഇല്ല. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ. ഓക്കെ. രണ്ട് ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത മോളിക്യൂളുകൾ, ഒരേ മോളിക്യൂളുകൾ ബേസിന്റെ പ്രസൻസിൽ OH മൈനസ് അയണിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൽഡിഹൈഡ് ആൽക്കഹോൾ ആവും. ആദ്യത്തെ ആൽഡിഹൈഡ് ഫുൾ ആയിട്ട് ആൽക്കഹോൾ ആയിട്ട് മാറും. അതായത് ഇവിടെ ഒരു കാർബണുള്ള ആൽഡിഹൈഡ് അല്ലേ, ഒരു കാർബണുള്ള ആൽക്കഹോൾ ആയിട്ട് മാറും. അതായത് അതിന് ഓക്സിഡേഷൻ സംഭവിക്കും. പ്ലസ് രണ്ടാമത്തെ ആൽഡിഹൈഡ് എത്ര കാർബൺ ഉണ്ടോ അത്രയും കാർബണുള്ള ആസിഡ് ആയിട്ട് മാറും. ഇവിടെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ. അപ്പൊ ഒരു കാർബണുള്ള HCOH എന്ന് പറയുന്ന ആസിഡ് ആയിട്ട് മാറും. അതായത് ഒരു ആൽഡിഹൈഡിന് ഓക്സിഡേഷനും മറ്റൊരു ആൽഡിഹൈഡിന് ഒരു ആൽഡിഹൈഡിന് റിഡക്ഷനും, സോറി ആൽഡിഹൈഡ് ആൽക്കഹോൾ ആവുന്നത് റിഡക്ഷൻ ആണ്. ആൽഡിഹൈഡ് ആസിഡ് ആവുന്നതാണ് ഓക്സിഡേഷൻ. കാരണം ഇവിടെ ഓക്സിജൻ വന്നാണ് ഇതാവുന്നത്. ഓക്സിജൻ വരണ പ്രോസസ്സിനാണ് ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഒരാളുടെ മൈക്ക് ഓൺ ആണ്. ആ മൈക്ക് ഒന്ന് ഓഫ് ആക്കി വെക്കുക.
അഖിലേ അഖിലേ കേക്കുന്നില്ലേ ഞാൻ പറയുന്നത്? ഇവിടുന്ന് ഉറക്കമാണെന്നോ? മൈക്കൊന്ന് ഓഫാക്കി വെക്കണേ. ഇനി രണ്ട് ബെൻസാൾഡിഹൈഡ് മോളിക്യൂളുകൾ പരസ്പരം റിയാക്ട് ചെയ്യുന്നു. രണ്ട് ബെൻസാൾഡിഹൈഡ് മോളിക്യൂൾ പരസ്പരം റിയാക്ട് ചെയ്യുന്നു. ഒരു ബേസിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുന്നു. ഇതിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല, ഇതിലും ആൽഫ ഹൈഡ്രജൻ ഇല്ല. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്ത രണ്ട് മോളിക്യൂൾ ബേസിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൽഡിഹൈഡ് CH എന്നുള്ളത് CH2OH ആവും. ബെൻസിന്റെ മുകളിൽ CH2OH, രണ്ടാമത്തെ CH എന്ന് പറയുന്നത് COH ആവും. ബെൻസിന്റെ മുകളിൽ COH. ആദ്യത്തെ ആൽഡിഹൈഡ് റിഡക്ഷൻ നടന്ന ആൽക്കഹോൾ ആവും. രണ്ടാമത്തെ ആൽഡിഹൈഡ് ഓക്സിഡേഷൻ നടന്ന് ആസിഡായിട്ട് മാറും. മനസ്സിലായടേ? ഈ റിയാക്ഷൻ മനസ്സിലായോ? നമ്മളെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഏതാണ് കന്നിസാറോ റിയാക്ഷൻ തരുന്നതെന്നാണ് ചോദ്യം. ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഫോർമാൽഡിഹൈഡ് കന്നിസാറോ റിയാക്ഷൻ തരുന്നതാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഫോർമാൽഡിഹൈഡ് കന്നിസാറോ റിയാക്ഷൻ തരുന്നതാണ്. പ്രൊപ്പിയോൺ ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ CH3 CH2 CHO എന്നാണ്. ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, ദാറ്റ് ഈസ് ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് കന്നിസാറോ റിയാക്ഷൻ തരില്ല. അസറ്റാൽഡിഹൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3 CHO എന്നാണ്. ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് ഇത് കന്നിസാറോ റിയാക്ഷൻ തരില്ല. ബ്യൂട്ടൈർ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് CH3 CH2 CH2 CHO എന്നാണ്. ഇതിൽ CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, സോ ഇതും കന്നിസാറോ റിയാക്ഷൻ തരത്തില്ല. ആൻസർ വരുന്നത് ബി ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈസ് മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് അഡിഷൻ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ? എപ്പോഴും ഓർത്തോളുക, ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആയിരിക്കണം. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഈസ് മോർ ഫാസ്റ്റർ ഇൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ലെസ്സർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. കാർബൺ ആറ്റംസ് ഏറ്റവും കുറഞ്ഞ ആൽഡിഹൈഡുകളിൽ, കാർബൺ ആറ്റംസ് ഏറ്റവും കുറഞ്ഞ ആൽഡിഹൈഡുകൾ, കീറ്റോണിനൊക്കെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ ഭയങ്കര പാടാണ്. നേരത്തെ നമ്മൾ എഴുതിയല്ലോ, കുറെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് എഴുതി, പ്ലസ് മൈനസ് ഒക്കെ ഇട്ട് എഴുതിയില്ല, RCO പ്ലസ് O മൈനസ് C പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയില്ലേ? അത് അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കുന്ന എപ്പോഴും compounds containing lesser number of carbon atoms, aldehyde which contain lesser number of carbon atoms ആയിരിക്കും. കീറ്റോൺസിലെ ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് നടക്കത്തില്ല. കാരണം ഇവിടെ CO ഗ്രൂപ്പ് ഉണ്ട്. ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഒരാൾ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യണം. പക്ഷെ അറ്റാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഒരു വലിയ ഗ്രൂപ്പും ഇവിടെ ഒരു വലിയ ഗ്രൂപ്പും ഉള്ളതുകൊണ്ട് വേറൊരാൾക്ക് ഇതിന്റെ ഇടയിൽ കൂടെ വന്ന് CO-നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ദിസ് എഫക്ട് ഈസ് കാൾഡ് സ്റ്റെറിക് എഫക്ട്. സ്റ്റെറിക് എഫക്ട്. വലിയ വലിയ ഗ്രൂപ്പുകൾ, അതായത് CH3 CO CH3 കീറ്റോൺ ആണെങ്കിൽ, CO ഗ്രൂപ്പാണ് ഉള്ളതെങ്കിൽ അതിന്റെ ഇപ്പുറം ഇപ്പുറം രണ്ട് വലിയ ഗ്രൂപ്പുകളാണ് ഇരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരാൾക്ക് വന്ന CO-നെ അറ്റാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ രണ്ട് വലിയ ഗ്രൂപ്പുകൾ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് ആണ് സ്റ്റെറിക് എഫക്ട് എന്ന് പറയും. അപ്പൊ കീറ്റോൺസ് ഓർത്ത് വെച്ചേക്കണം, കീറ്റോൺസ് ഒരു കാരണവശാലും ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻസ് കാണിക്കത്തില്ല. ഏറ്റവും കൂടുതൽ നടക്കുക കീറ്റോൺസ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ കാണിക്കത്തില്ല. ഇതും കീറ്റോൺ ആണ്, അത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ കാണിക്കില്ല. പിന്നെ ഇത് രണ്ടും ആൽഡിഹൈഡ് ആണ്. ഇതിൽ രണ്ടിൽ ഏതാണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത് ആണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് നടക്കുന്നു, ഇതും നടക്കും ഇതും നടക്കും. പക്ഷെ ഏറ്റവും വേഗത്തിൽ നടക്കുന്ന ഇതിലായിരിക്കും. കാരണം ഇതിലൊരു കാർബണേ ഉള്ളൂ, ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ. അപ്പൊ കാർബണിന്റെ എണ്ണം കുറയുന്ന സമയത്ത് ന്യൂക്ലിയോഫിലിക് അഡിഷൻ റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. മനസ്സിലായോ? അടുത്തത് in carbonyl group the CO
the carbon atom undergoes which hybridization? കാർബണൈൽ ഗ്രൂപ്പിൽ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ CO ഗ്രൂപ്പിനെയാണ് നമ്മൾ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. CO ഗ്രൂപ്പില് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നാണ് ചോദ്യം. ഇവിടെ കാർബണിൽ ഡബിൾ ബോണ്ട് ആണുള്ളത്. കാർബണില് അപ്പുറം ഇപ്പുറം ഒക്കെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. കാർബണില് എവിടെയെങ്കിലും ഒരിടത്ത് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. ഒരു കാർബണില് എവിടെയെങ്കിലും ഒരിടത്ത് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇപ്പൊ നോക്കണം, ആരുടെ മൈക്ക് ഓൺ ആണോ ഒന്ന് ഓഫ് ആക്കി വെക്കുക. ആവശ്യമുള്ള സമയത്ത് മാത്രം ഓൺ ആക്കിയാൽ മതി. ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp ആണ്. ഇവിടെ നോക്കുക, CO ഗ്രൂപ്പിലെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് ചോദ്യം. ഇവിടെ സിയിൽ ഡബിൾ ബോണ്ട് ആണുള്ളത്. സോ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? ഇവിടെ കാർബണിൽ ഡബിൾ ബോണ്ടാ ഉള്ളത്. അപ്പൊ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp2 ആയിരിക്കും. അടുത്തത്, കീറ്റോൺസ് ആർ ലെസ് റിയാക്റ്റീവ് ദാൻ ആൽഡിഹൈഡ്സ്. ഇത് ഞാൻ പറഞ്ഞു. കീറ്റോൺസ് റിയാക്ടിവിറ്റി കുറയാൻ കാര്യം എന്താണ്? കീറ്റോൺസിന്റെ അപ്പുറം ഇപ്പുറവും വലിയ വലിയ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും വലിയ രണ്ട് ഗ്രൂപ്പുകളുണ്ട്. റിയാക്ഷൻസിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾക്ക് ഇതിലേക്കൂടെ വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ദാറ്റ് എഫക്ട് ഈസ് കാൾഡ് സ്റ്റെറിക് എഫക്ട്. Ketones are less reactive than aldehyde because CO group present is less polar than ketones of electromeric effect. Steric effect of the steric effect is attack reagent. None of this. The answer വരുന്നത് steric effect എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓപ്ഷൻ സി. അടുത്ത, which of the following gives iodoform test positively? അത് നമ്മൾ അറിയണം. എന്താണ് iodoform test എന്ന്? iodoform test എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോളിനെയും കീറ്റോൺസിനെയും മീഥൈൽ കീറ്റോൺസിനെയും സെക്കൻഡറി ആൽക്കഹോളിനെയും മീഥൈൽ കീറ്റോൺസിനെയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് iodoform ടെസ്റ്റ്. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH-OH ഉള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്ന് വിളിക്കുന്നത്. മീഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ CH3CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടുകളാണ് നമ്മൾ മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കുന്നത്. ഈ ഗ്രൂപ്പുള്ളതോ ആയ കോമ്പൗണ്ടുകൾ തരുന്ന റിയാക്ഷൻ ആണ് iodoform ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് iodoform ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CH3COO CH3COR എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇതൊരു കീറ്റോൺ ആണ്. കാരണം അതിൽ CO ഗ്രൂപ്പ് ഉണ്ട്. CH3CO ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിനെ മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കാം. ഈ മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആണ് ഇത്. CO ഗ്രൂപ്പ് ഉണ്ട്, കീറ്റോൺ ആണ്. CH3CO ഉള്ളതുകൊണ്ട് ഇത് മീഥൈൽ കീറ്റോൺ എന്ന് വിളിക്കും. മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് NaOI എന്ന് പറയുന്ന ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് എന്നാണ്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. NaO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിന്റെ കൂടെ വന്ന് അറ്റാച്ച് ചെയ്യും. NaO എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇതിന്റെ കൂടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പൊ CH3COONA എന്ന് പറയുന്ന ഗ്രൂപ്പ് ആവും. പ്ലസ് RI യുടെ ചേർന്ന് എന്തായിട്ട് മാറും? RI ആയിട്ട് മാറും. അപ്പോ ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു ഒരു ഫൗൾ സ്മെല്ലുണ്ടാവും. അപ്പൊ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. CH3CO ഗ്രൂപ്പ് ആണുള്ളതെങ്കിൽ സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് എന്ന് പറഞ്ഞ NaOയുമായിട്ട് ചേർന്നിട്ട് ഒരു ഫൗൾ സ്മെൽ ഉണ്ടാവും. വെയിറ്റ് ഇവിടെ 6ന് പകരം നമുക്ക് ഇതിൽ റിയാക്ഷൻ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ ഒന്നുകൂടെ എഴുതാം.
CH3COR പ്ലസ് NaOI റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ കറക്റ്റ് ആയി. RCOയും ONAയും കൂടെ റിയാക്ട് ചെയ്യും. അപ്പൊ RCOONA പ്ലസ് CH3I കൂടെ ചേർന്ന് ആദ്യം CH3I ആവും. പിന്നെയും ഇവിടെ ആ റിയാക്ഷനിൽ ഹാലജൻ I എന്ന് പറയുന്ന ഗ്രൂപ്പ് കാണും. അതുമായിട്ട് റിയാക്ട് ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് CHI3 എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. ഇതാണ് ഉണ്ടാവുക. CH3COI NaOIയുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. RCOയും ONAയും കൂടെ ചേരുമ്പോൾ RCONA ആവും. CH3Iയും കൂടെ ചേരുമ്പോൾ എന്താവും? CHI3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും. കാരണം ഇവിടെ ഒരു ഐമാറ്റിൽ റിയാക്ട് ചെയ്യുന്ന ഇതേപോലത്തെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പൊ CHI3 അല്ലെങ്കിൽ ഐഡോഫോം എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ് അവിടെ ഉണ്ടാവുന്നത്. ഈ ഐഡോഫോം ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ഒരു ഫൗൾ സ്മെല്ല് വരുന്നത്. അപ്പോ ഇത് മീഥൈൽ കീറ്റോൺ ആണ്. CH3CO വരുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ CH3 ഇക്വേഷൻ ഒന്നും ചോദിക്കില്ല. CH3CO വരുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഐഡോഫോം ഈ സോഡിയം ഹൈപ്പോ ഹാലൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഐഡോഫോം എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാവും, ഒരു സ്മെൽ ഉണ്ടാവും. ഇനി CH3COയ്ക്ക് പകരം CH3CHOH R എന്ന് പറയുന്ന കോമ്പൗണ്ട് വന്നാലും ഇതിനെ നമ്മൾ സെക്കൻഡറി ആൽക്കഹോൾ എന്നാണ് വിളിക്കുന്നത്. സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് വന്നാലും NaOIയുമായിട്ട് ചേർക്കുമ്പോൾ ഈ കോമ്പൗണ്ട് ആദ്യം കീറ്റോൺ ആയിട്ട് മാറും. ഈ സെക്കൻഡറി ആൽക്കഹോൾ ഈ കീറ്റോൺ ആയിട്ട് മാറിയിട്ട് ഇതേ റിയാക്ഷൻ വഴി CHI3 എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. അതായത് ഒരു ഫൗൾ സ്മെല്ല് കിട്ടും. അപ്പൊ ഓർത്ത് വെച്ചേക്കേണ്ടത് മീഥൈൽ കീറ്റോൺ NaOIയുടെ ചേർന്ന് കഴിഞ്ഞാൽ ഐഡോഫോം കിട്ടും. അതേപോലെ സെക്കൻഡറി ആൽക്കഹോൾ NaOH ചേർത്താലും എന്ത് കിട്ടും? ഒരു ഐഡോഫോം എന്ന് പറയുന്ന കോമ്പൗണ്ട് ലാസ്റ്റ് കിട്ടും. ഐഡോഫോം എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇരിക്കുന്ന കോമ്പൗണ്ട് ഒന്നുകിൽ കീറ്റോൺ ആയിരിക്കും അല്ലെങ്കിൽ CHOH ഉള്ള സെക്കൻഡറി ആൽക്കഹോൾ ഗ്രൂപ്പ് ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കണം. ഈ രണ്ട് കോമ്പൗണ്ടുകളും മാത്രമേ ഏത് തരത്തുള്ളൂ? ഐഡോഫോം ടെസ്റ്റ് തരത്തുള്ളൂ. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഗീവ് ഐഡോഫോം ടെസ്റ്റ് എന്നാണ്. ഐഡോഫോം ടെസ്റ്റ് വരുന്നത് കീറ്റോണും കീറ്റോണും CH3CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടും അതേപോലെ CHOH ഉള്ള കോമ്പൗണ്ടും മാത്രമേ തരത്തുള്ളൂ. ഇവിടെ നോക്കുക, ഇവിടെ HCHO ആണ്, ആൽഡിഹൈഡ് ആണ്, അത് തരില്ല. ഇവിടെ COH ആണ്, ആസിഡ് ആണ്, അതും തരത്തില്ല. ഇവിടെ CH3OH ആണ്, നമുക്ക് വേണ്ടത് CHOH ആണ്, അതിവിടെ ഇല്ല, അപ്പൊ ഇതും തരത്തില്ല. CH3CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് മാത്രമേ ഏത് തരത്തുള്ളൂ? ഐഡോഫോം ടെസ്റ്റ് തരത്തുള്ളൂ. സോ ദിസ് വിൽ ബി ദ പ്രൊഡക്റ്റ്, ദിസ് വിൽ ബി ദ ആൻസർ. മനസ്സിലായോ? ഓ സർ. Aldehyde and ketones forms hydrocarbon by dash reaction. ഇത് ഈ 4 റിയാക്ഷൻസ് നമുക്ക് നോക്കണം. ആദ്യം ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. 4 റിയാക്ഷൻസ് നോക്കാം. ഇവിടെ ആൽഡോ കണ്ടൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൽഡിഹൈഡ് CH3CHO പ്ലസ് CH3CHO 2 ആൽഡിഹൈഡ്, രണ്ടിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജനാണ് ആൽഫ ഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ CHO അറ്റാച്ച് ചെയ്യുന്ന ഹൈഡ്രജൻ ഉണ്ട്, സോ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. 2 ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകൾ ബേസിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള റിയാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ആൽഡോൾ കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ആൽഡിഹൈഡുകൾ, 2 സെയിം ആൽഡിഹൈഡുകൾ ബേസിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ അതാണ് ആൽഡോ കണ്ടൻസേഷൻ റിയാക്ഷൻ. ഓർത്തോണം. ഇനി ഇവിടുത്തെ റിയാക്ഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ CH3CHO പ്ലസ് CH3CHO, രണ്ടിലും ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവണം. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാവണം, CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടാവണം. 2 ആൽഫ ഹൈഡ്രജൻ ഉള്ള കോമ്പൗണ്ടുകൾ ബേസിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ആൽഡിഹൈഡ് അതേപോലെ എഴുതും. CH3CHO എന്നുള്ളത് CH3CHOH എന്ന് എഴുതും.
CH3 CHO എന്നുള്ളത് CH3 CHOH എന്ന് എഴുതും, ഒരു വര ഇടും. രണ്ടാമത്തെ CHO അറ്റാച്ച് ചെയ്യുന്ന ആൽഫയിലെ ഒരു HN കളയും, ഇതിൽ നിന്ന് ഒരു HN കളയും, ബാക്കി CH2 CHO എന്നാണ്. ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു OH ഇവിടുത്തെ ഒരു H കൂടെ ചേർന്ന് വാട്ടർ ആയിട്ട് പോകും. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഒരു ബോണ്ട് കൂടെ വരും, CH3 CH ഡബിൾ ബോണ്ട് CH CH. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ആൽഡോ കണ്ടൻസേഷൻ. റോസമണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് RCOCl എന്ന് പറയുന്ന ആസിഡ് ക്ലോറൈഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം ബേരിയം സൾഫേറ്റ്. പലേഡിയം ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസിൽ ആസിഡ് ക്ലോറൈഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യും. ഇവിടുത്തെ ഒരു Cl-ഉം ഇവിടുത്തെ ഒരു H കൂടെ ചേർന്ന് HCl ആവും. ബാക്കിയുള്ള ഒരു H ഇതിന്റെ കൂടെ വന്ന് കയറും. ആസിഡ് ക്ലോറൈഡ് ഹൈഡ്രജൻ ഗ്യാസ് കൂടെ ചേർന്ന് പലേഡിയം ബേരിയം സൾഫേറ്റിന്റെ പ്രസൻസ് റിയാക്ട് ചെയ്യുമ്പോൾ Cl-ഉം H കൂടെ ചേർന്ന് HCl ആവും. ബാക്കിയുള്ള ഒരു H CO-യുടെ കൂടെ കയറും, RCHO എന്നാവും. അതായത് ആൽഡിഹൈഡ് കിട്ടും. ആസിഡ് ക്ലോറൈഡ് COCl ഉള്ള കോമ്പൗണ്ടിലോട്ട് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് CHO ഉള്ള കോമ്പൗണ്ട് കിട്ടും. CHO ഉള്ള കോമ്പൗണ്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ് എന്ന് പറയും. അപ്പൊ ഈ ഒരു റിയാക്ഷൻ ആണ് റോസമണ്ട് റിഡക്ഷൻ എന്ന് പറയും. ഇനി കന്നിസാരോ റിയാക്ഷൻ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമ്മൾ ആൽഡോ കണ്ടൻസേഷന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ആൽക്കീനാണ്, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് ആണ്. ആൽക്കീനെയാണ് ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്. ആൽഡിഹൈഡാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെ പഠിച്ചാൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്നത്. റോസമണ്ട് റിഡക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാക്കുന്നത് ആൽഡിഹൈഡ് ആണ്. റോസമണ്ട് റിഡക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റും ആൽഡിഹൈഡ് ആണ്. കന്നിസാരോ റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത്, അപ്പോ ആൽഡോ കണ്ടൻസേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് ലാസ്റ്റ് ഉണ്ടാകുന്നത് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡ്. റോസമണ്ട് റിഡക്ഷന്റെ ഫലമായിട്ട് ലാസ്റ്റ് ഉണ്ടാകുന്നത് ആൽഡിഹൈഡ് ആണ്. കന്നിസാരോ റിയാക്ഷനും ആൽഡിഹൈഡിനെ ആൽക്കഹോളും ആസിഡും ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്നത് CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട്. ഇപ്പൊ CH3CO CH3 കീറ്റോൺ ആണ്. ഈ കീറ്റോണിനെ നമ്മൾ സിങ്ക് മെർക്കുറിയുടെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CO എന്നുള്ളത് CH2 ആവും. CH3 CH2 CH3 ആവും. സിങ്ക് മെർക്കുറി HCl പ്രസൻസിൽ, സിങ്ക് അമാൾഗം HCl പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ CO ഗ്രൂപ്പ് എന്നുള്ളത് CH2 ഗ്രൂപ്പ് ആയിട്ട് മാറും. CO ഗ്രൂപ്പിനെ CH2 ഗ്രൂപ്പ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്ലെമൻസൺ റിഡക്ഷൻ. ഇനി ഇതേ റിയാക്ഷൻ ഉണ്ട് CH3CO CH3 NH2 എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ CO എന്നുള്ളത് CH2 ആവും. അപ്പൊ CH3 CH2 CH3 ആവും. ഇതിനെ നമ്മൾ ഹൈഡ്രസിൻ എന്നാണ് വിളിക്കുന്നത്, ഹൈഡ്രസിൻ. അപ്പോൾ CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ഹൈഡ്രസിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ട് കിട്ടും. ഇതിനെ നമ്മൾ പ്രൊപ്പൈൻ എന്നാണ് വിളിക്കുന്നത്. പ്രൊപ്പൈൻ എന്നൊക്കെ പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പൊ ഹൈഡ്രോ കാർബൺസിന് ഉണ്ടാക്കുന്ന റിയാക്ഷൻ ആണ് ക്ലെമൻസനും വോൾഫ്. ഈ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് വോൾഫ് കൃഷ്ണ റിഡക്ഷൻ. ഓർത്തോളുക, CO ഗ്രൂപ്പ് CH2 ആവുന്നു. CO ഗ്രൂപ്പ് CH2 ആവുന്ന റിയാക്ഷൻ ആണ് ക്ലെമൻസൺ റിഡക്ഷനും വോൾഫ് കൃഷ്ണ റിഡക്ഷൻ. അപ്പൊ ക്ലെമൻസൺ റിഡക്ഷനിൽ ഏതാണ്? ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഹൈഡ്രോ കാർബൺസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ആൽഡിഹൈഡുകളെ അല്ലെങ്കിൽ കീറ്റോണുകളെ എന്താക്കി മാറ്റുകയാണ്? ആൽക്കെയിനുകളാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആൽഡിഹൈഡുകളെ അല്ലെങ്കിൽ കീറ്റോണുകളെ ആൽക്കെയിനുകളാക്കി മാറ്റുകയാണ് നമ്മൾ ഈ ക്ലെമൻസൺ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായടെ? ഓ സർ. അടുത്തത്
ഈ ഒരു റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദ്യം. ദ റിയാക്ഷൻ CH ട്രിപ്പിൾ ബോണ്ട് CH H2SO HgSO4 ഡൈലൂട്ട് H2SO4 ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് വൈയുമായിട്ട് ചേർന്ന് വൈ ആവും. അതായത് ഈ ഒരു കോമ്പൗണ്ട് ഡൈലൂട്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ചേരുമ്പോൾ എക്സ് ആവും. എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ചേരുമ്പോൾ വൈ ആവും. വൈ എന്ന് പറയുന്ന കോമ്പൗണ്ട് ബ്രോമിനുമായിട്ട് ചേർക്കുമ്പോൾ ഇസഡ് ആവും. അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ ഫോർമുല എന്താണെന്നാണ് ചോദ്യം. നോക്കാം നമുക്ക്. ഈ ഒരു റിയാക്ഷന്റെ പ്രോഡക്റ്റ് എഴുതാനാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് CH ട്രിപ്പിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് CH എന്ന് പറയുന്നത് ഈ തൈനാണ്. ഈ തൈനിലേക്ക് നമ്മൾ HgSO4 H2SO4 ആഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് അവിടെ അഡീഷൻ ഓഫ് വാട്ടർ എന്നാണ് അർത്ഥം. മെർക്കുറിക് സൾഫേറ്റ് H2SO4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മോളിക്യൂളിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു എന്നതിന് പകരമാണ് ഇങ്ങനെ നമ്മൾ എഴുതുന്നു. വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും. വാട്ടറിലെ H ഒരു സ്ഥലത്തും വരും, OH ഒരു സ്ഥലത്തും വരും. CH കൂടെ ചേരുമ്പോൾ CH2 ഡബിൾ ബോണ്ട് CHOH. ഒരേ കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് OH ഉള്ള കോമ്പൗണ്ട് ആണ്. ഇതിനെ വിളിക്കുന്ന പേര് ഈനോൾ എന്നാണ്. സെയിം കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് OH വരുന്ന കോമ്പൗണ്ട് നമ്മൾ ഈനോൾ എന്നാണ് വിളിക്കുന്നത്. ട്രിപ്പിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും, ലെഫ്റ്റിലും റൈറ്റിലും ഒരു HOH വന്ന് കയറും. സോ ഇതിനെ നമ്മൾ ഈനോൾ എന്നാണ് വിളിക്കുന്നത്. ഈനോൾ എന്ന് പറയുന്ന സാധനം ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഇതാണ് എക്സ്. ഇതിനെ നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ചേർക്കുന്നു. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് ചേർക്കുമ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ അത് നടക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും. പക്ഷെ ഈ എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഇങ്ങനെ നിലനിൽപ്പില്ല. കാരണം ഒരേ കാർബണിൽ ഡബിൾ ബോണ്ട് OH ഉണ്ടെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അതിന് ചെറിയ രൂപമാറ്റം സംഭവിക്കും ആദ്യം. അതായത് ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ OH-ലെ H വന്ന് ഇവിടെ കയറും. എന്നാലേ അതിന് സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. CH2ന്റെ കൂടെ ഒരു H കയറി കഴിഞ്ഞാൽ CH3 ആവും. സിംഗിൾ ബോണ്ട് CHOയുടെ ചേരുമ്പോൾ CHO ആവും, ആൽഡിഹൈഡ് ആയി. ഇതാണ് നമ്മുടെ എക്സ്. ഇതാണ് ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ. ഇതാണ്. ഇതിലേക്ക് നമ്മൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ആഡ് ചെയ്യണമെന്ന് പറയും. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഡക്ഷൻ ആണ്, റെഡ്യൂസിങ് ഏജന്റ് ആണ്. CHO ഉണ്ടെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ചേർക്കുമ്പോൾ അത് CH2OH ആവും. CO ഉണ്ടെങ്കിൽ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ചേർക്കുമ്പോൾ അത് CHOH ആവും. CHO ഉണ്ടെങ്കിൽ അത് CH2OH ആവും. CO ഉണ്ടെങ്കിൽ അത് CHOH ആവും. ഇവിടെ CHO ഉണ്ട്. CHO ഉണ്ടെങ്കിൽ CH2OH ആവും. ദാറ്റ് ഈസ് CH3 CH2OH. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് നമ്മൾ ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതാണ് നമ്മുടെ Y. എന്നിട്ട് ഇതിലേക്ക് ബ്രോമിൻ ആഡ് ചെയ്യുമെന്ന് പറയുന്നത്. ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ബ്രോമിൻ ആഡ് ചെയ്യുന്ന സമയത്ത് OH-ന് പകരം ഒരു ബ്രോമിൻ കൊടുക്കും. അപ്പോൾ CH3 CH2 Br എന്ന് പറയുന്ന ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് നമുക്ക് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പറഞ്ഞ കൺസെപ്റ്റ് കിട്ടിയോ? ഇവിടെ ആൽക്കൈനിലോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഈനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. അതിൽ മാറ്റം വരുത്തിയതാണ് നമ്മൾ എന്ത് എഴുതിയത്, ആൽഡിഹൈഡ് കിട്ടിയത്. ഈ ഒരു മാറ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേര് ടോട്ടോമറൈസേഷൻ എന്നാണ്. ടോട്ടോമറൈസേഷൻ എന്നാണ്. ഈ ഒരു മോളിക്യൂൾ ഈനോൾ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആൽഡിഹൈഡ് ആയി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ ടോട്ടോമറൈസേഷൻ എന്നാണ് വിളിക്കുന്നത്. അതായത് എഥിലീൻ ബ്രോമൈഡ്, ഈഥൈൽ ബ്രോമൈഡ് ആണ് നമുക്ക്, എഥിലീൻ അല്ല ഈഥൈൽ ബ്രോമൈഡ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. എഥിലീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഒക്കെ വരുന്ന കോമ്പൗണ്ട് ആണ് എഥിലിഡീൻ എന്ന് പറയുന്നത്. ഈഥൈൽ ബ്രോമൈഡ് എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കനിസറോ റിയാക്ഷൻ ഈസ് നോട്ട് ഗിവൺ ബൈ, ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും. പറയട്ടെ, ഏതായിരിക്കും ഉത്തരം? ഞാൻ ഇതിന്റെ എല്ലാ സ്ട്രക്ചർ ഞാൻ വരച്ചു തരാം. അസറ്റാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3 CHO ആണ്. ബെൻസാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ ബെൻസീൽ CHO ആണ്. ഫോർമാൽഡിഹൈഡിന്റെ സ്ട്രക്ചർ HCHO ആണ്.
ട്രൈ മീതൈൽ അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് എന്ന് CH3CH ആണ്. അതിലെ 3 H, ഇവിടുത്തെ 3 H പകരം 3 മീതൈൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാവും. CH3 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 CHO. ഈ 4 കോമ്പൗണ്ടുകൾ ട്രൈമീതൈൽ അസറ്റാൽഡിഹൈഡ്. ട്രൈമീതൈൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ അസറ്റാൽഡിഹൈഡിൽ 3 H പകരം 3 CH3 ഗ്രൂപ്പ്. ട്രൈമീതൈൽ അസറ്റാൽഡിഹൈഡ്, അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്. ഇത് 3 കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടുവോ ഇല്ല, അല്ലെങ്കിൽ ഏതാണ് കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടാത്തതെന്നാണ് ചോദ്യം. കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടണമെങ്കിൽ CHO അറ്റാച്ച്ഡ് ചെയ്യുന്ന കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ടാവാൻ പാടില്ല. CHO അറ്റാച്ച്ഡ് ചെയ്യുന്ന കാർബൺ ഇതാണ്, ഇതിൽ ആൽഫ ഹൈഡ്രജൻ ഇല്ല. സോ ഇത് കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. ഇവിടെ നോക്കുക, CHO അറ്റാച്ച് ചെയ്യുന്ന ഈ കാർബണിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന സാധനം ഇല്ല. സോ ഇതും കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. ഇവിടെ HCHO എന്നാണ് പറയുന്നത്. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇല്ല. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിലെ ഹൈഡ്രജനെയാണ് നമ്മൾ നോക്കേണ്ടത്. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണേ ഇവിടെ ഇല്ല. സോ ഇവിടെ ആൽഫ ഹൈഡ്രജൻ ഇല്ല. ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തത് കൊണ്ട് ഇതും എന്തിൽ ഏർപ്പെടും? കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പൊ ആൽഫ ഹൈഡ്രജൻ ഉള്ളത് ഏതെന്നാണ് ചോദ്യം. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ഇവിടെ ഉണ്ട്, ഇതിൽ ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. സോ ഇത് എന്തിൽ ഏർപ്പെടും? കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. CHO അറ്റാച്ച് ചെയ്യുന്ന കാർബണിൽ ആൽഫ ഹൈഡ്രജൻ ഉണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉള്ളത് കൊണ്ട് ഇത് എന്തിൽ ഏർപ്പെടും? കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. സോ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്ന മോളിക്യൂള് എന്തിൽ ഏർപ്പെടും? കന്നിസാറോ റിയാക്ഷനിൽ ഏർപ്പെടും. മനസ്സിലായടെ പറഞ്ഞത്? ഓ സർ. Yes, sir. ഇനി ലാസ്റ്റത്തെ ആണോ? ഇനിയുണ്ടോ ക്വസ്റ്റ്യൻസ്? ഇല്ല. Benzene react with CH3COCl in presence of AlCl3 to give dash. Benzene plus CH3COCl in presence of AlCl3. ഈ റിയാക്ഷൻ നമ്മളൊരു പേര് വിളിക്കും, അറിയാമോ? ഫ്രീഡൽക്രാഫ്റ്റ് അസൈലേഷൻ എന്ന് പറയും. അലുമിനിയം ക്ലോറൈഡിന്റെ പ്രസൻസിൽ നടക്കുന്ന ആൽക്കൈലേഷൻ അല്ലെങ്കിൽ അസൈലേഷൻ എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. ഇവിടെ COCH3 എന്ന് വരുന്ന ഗ്രൂപ്പുകൾ എന്നുള്ളതാണ് ഇതിനെ അസൈലേഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു H ഉണ്ട്, ഈ H ഉം CH3CO ചേർന്നിട്ട് H ഉം Cl കൂടെ ചേർന്നിട്ട് HCl ആയിട്ട് പോകും. ഇവിടുത്തെ H ഉം Cl ചേർന്ന് HCl ആയിട്ട് പോകും. COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ വന്ന് കയറും. അപ്പൊ ബെൻസീന്റെ മുകളിൽ COCH3 വരും. ബെൻസീന്റെ മുകളിൽ COCH3 വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അസറ്റോഫിനോൺ എന്നാണ്. അസറ്റോഫിനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാക്കുന്ന റിയാക്ഷൻ, അതായത് ബെൻസീനിലോട്ട് CH3COCl ചേർക്കുമ്പോൾ ബെൻസീന്റെ മുകളിലുള്ള H ഉം Cലോട്ട് ചേർന്ന് HCl ആയിട്ട് പോകും. COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് അവിടെ വന്ന് കയറും. സോ ബെൻസീന്റെ മുകളിൽ COCH3 വരും. ബെൻസീന്റെ മുകളിൽ COCH3 വരുന്ന കോമ്പൗണ്ടിനെ നമ്മൾ അസറ്റോഫിനോൺ എന്നാണ് വിളിക്കുന്നത്. ഈ അസറ്റോഫിനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്ന റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഫ്രീഡൽക്രാഫ്റ്റ് ആൽക്കൈലേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബെൻസീൻ റിയാക്ട് വിത്ത് CH3COCl. ബെൻസീനെ CH3COCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു ബെൻസീൻ റിങ്ങിന് വേണേൽ നമുക്ക് C6H5 എന്ന് കൊടുക്കാം. അപ്പൊ C6 ബെൻസീനിൽ COCH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് കോമ്പൗണ്ട് ആണ് ഉണ്ടാകുന്നത്. ബെൻസീനിന് വേറെ നമുക്ക് C6H5 എന്ന് കൊടുക്കാം. അതിൽ COCH3 അറ്റാച്ച് ചെയ്യുന്നു. ഈ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ആൻസർ ആയിട്ട്